ദൈവത്തിൽ വിശ്വസിക്കാത്ത ആരെങ്കിലും ഇന്ന് രാത്രി വചനം കേൾക്കുന്നുണ്ടെങ്കിൽ, ദൈവം ജീവിക്കുന്നുവെന്നും അവൻ നിന്നെ സ്നേഹിക്കുന്നുവെന്നും കാൽവറിയിൽ നിങ്ങൾക്ക് വേണ്ടി ജീവൻ തന്നിരിക്കുന്നുവെന്നും വിശ്വസിക്കുവാൻ ദൈവം ഭാഗ്യം തരുമാറാകട്ടെ. If there is somebody who is an atheist, not believing in God, may God grant you real wisdom and understanding and revelation to know He is alive. Hallelujah. My Jesus is alive and He is coming soon. യേശു വേഗം വരുന്നു. ഇന്ന് രാത്രിത്തെ വചനധ്യാനത്തിനായി വെളിപ്പാട് പുസ്തകം അതിന്റെ 12-ാം അധ്യായം അതിന്റെ 11-ാം വാക്യം വായിക്കാം. Shall we turn to Revelation chapter 12 verse 11? വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം അതിന്റെ 11-ാം വാക്യം. അവനെ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായിട്ടും ജയിച്ചു. Praise the Lord. ഒരു കൂട്ടം ജനം, അതിന് മുമ്പിലത്തെ 2 വാക്യം വായിച്ചു കഴിഞ്ഞാൽ അറിയാം ഇവരാരാണ്, ആരാണ് ഈ ജയിച്ചിരിക്കുന്നത്. Who is മുഴുവനും തെറ്റിച്ചു കളയുന്ന പിശാചും സാത്താനും എന്ന മഹാസർപ്പമായ പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു. പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു. ഏദൻ പർദീസയിൽ മനുഷ്യനെ കളിപ്പിച്ച അതേ പാമ്പിനെ ദൈവം ഭൂമിയിലേക്ക് എന്നേക്കുമായി തള്ളിക്കളഞ്ഞു. അവന്റെ ദൂതന്മാരെയും അവനോടുകൂടെ തള്ളിക്കളഞ്ഞു. നരകം ദൈവം ഉണ്ടാക്കിയത് ഈ പാമ്പിന് വേണ്ടിയിട്ടാണ്, മനുഷ്യർക്ക് വേണ്ടിയിട്ടല്ല. ദൈവം മനുഷ്യർക്ക് വേണ്ടി സ്വർഗം ഉണ്ടാക്കി. God did not make hell for human beings. It is for Satan and his angels. Don't go there. Hallelujah. God has prepared a beautiful heaven for us. New heaven. It is already ready. It is already completed. And I know I have a home there. ഇന്ന് രാത്രി സ്വർഗത്തിൽ വീടുണ്ടെന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. Hallelujah. പാമ്പിനെ, പഴയ സർപ്പത്തെ അവന്റെ ദൂതന്മാരോട് കൂടെ ചേർന്ന് തള്ളിക്കളഞ്ഞു. അടുത്ത വാക്യം കേട്ടത്. ഇപ്പോൾ നമ്മുടെ ദൈവത്തിന്റെ രക്ഷയും ശക്തിയും രാജ്യവും അവന്റെ ക്രിസ്തുവിന്റെ ആധിപത്യവും തുടങ്ങിയിരിക്കുന്നു. യെസ്, ക്രിസ്തുവിന്റെ ആധിപത്യം തുടങ്ങിയിരിക്കുന്നു, അവന്റെ രാജ്യം തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ ദൈവസഭയിൽ കുറ്റം ചുമത്തുന്ന അപവാദിയെ തള്ളിയിട്ടു. അപ്പം അപവാദിയാണ് ദൈവമക്കളെ കുറ്റം ചുമത്തുന്നത്. അങ്ങനെയുള്ള അപവാദിമാര് ദൈവസഭയിലും ഉണ്ടാകരുത്, നാട്ടിലും ഉണ്ടാകരുത്. പിശാചിന്റെ ആത്മാവ് ബാധിച്ച് ദൈവമക്കളെ കുറ്റം പറയുന്ന അപവാദിമാര് ഈ കുഴി തന്നെ പോകാൻ പോവാണ്. പ്രൈസ് ദി ലോർഡ്. അപവാദികളെ തള്ളിക്കളഞ്ഞു. അടുത്ത വാക്യം. ഒരു കൂട്ടം ജനം പിശാചിനെ ജയിച്ച് നിത്യജീവന്റെ പങ്കാളികളായി. വെണ്മ വസ്ത്രം ധരിച്ച് കുഞ്ഞാടിന്റെ കല്യാണത്തിന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന ഒരു കൂട്ടം ജനം. There is a group of people getting ready all over the world. That is the bride of Christ, wearing white garments, singing praises to God for that beautiful wedding ceremony which is going to happen soon. അവരുടെ പ്രിപ്പറേഷന്റെ ഭാഗമായി അവർ പിശാചിനെ ജയിച്ചു. എങ്ങനെ ജയിച്ചു? അവരുടെ സാക്ഷ്യവചനത്താലും കുഞ്ഞാടിന്റെ രക്തത്താലും. നമ്മുടെ സഭയിലുള്ള എല്ലാവരും രക്തത്താൽ കഴുകൽ പ്രാപിച്ചവരാണ്. പാർട്ട് എ ഈസ് കംപ്ലീറ്റഡ്. പക്ഷെ മൈ ക്വസ്റ്റ്യൻ ഈസ്, സാക്ഷ്യവചനത്താൽ പിശാചിനെ ജയിച്ച് എത്ര പേരുണ്ട്? പ്രൈസ് ദി ലോർഡ്. പിശാച് നിന്നെ കൊണ്ട് സാക്ഷ്യം പറയിക്കില്ല. പറഞ്ഞു കഴിഞ്ഞാൽ അവൻ തോറ്റുപോകും. പിശാചിനെ തോപ്പിക്കാൻ ഏറ്റവും ബെസ്റ്റ് സംഗതി സാക്ഷ്യം പറയുക എന്നുള്ളതാണ്. ഇത് ചെറുപ്രായത്തിലെ ഞാൻ പഠിച്ചു. 5 വയസ്സ് ഞാൻ പഠിച്ചു. പിശാചിനെ തോപ്പിച്ചേ തീരൂന്ന് ഞാൻ തീരുമാനിച്ചു. അതുകൊണ്ട് എല്ലാ ആഴ്ചയും ഒക്കെ ആണെങ്കിൽ ദിവസം നോക്കി ഞാൻ സാക്ഷ്യം പറഞ്ഞുകൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. ലുധിയാന CMC 79 MBBS അഡ്മിഷൻ ചെന്നപ്പോൾ ഇന്റർവ്യൂവിന്റെ തലേ സൺഡേ CNI ചർച്ചിൽ നിന്നുകൊണ്ട് സാക്ഷ്യം പറഞ്ഞു. പ്രൊഫസേഴ്സ് ഉണ്ടായിരുന്നു, സീനിയേഴ്സ് ഉണ്ടായിരുന്നു. ദൈവം എനിക്ക് വാതിൽ തുറന്ന് അഡ്മിഷൻ തന്നു. റാഗിങ്ങിന് എന്റെ പേര് ടെസ്റ്റിമണി എന്നായിരുന്നു. പിന്നെ കളിയാക്കി വേറെ കുറെ പേരൂടെ അവർ വിളിച്ചിട്ടുണ്ട്, കുഴപ്പമില്ല. പക്ഷെ ടെസ്റ്റിമണിന്ന് കേൾക്കാൻ ദൈവം ഭാഗ്യം തന്നു. 10 വർഷം പഠിച്ചിട്ട് സാക്ഷ്യം പറയാത്ത അനേകർ ആ പള്ളിയിൽ ഇരുന്നപ്പോൾ അഥവാ ഇന്റർവ്യൂവിന് കിട്ടിയില്ലെങ്കിലോ എന്ന് വിചാരിച്ച് പഞ്ചാബ് വരെ കഷ്ടപ്പെട്ടു പോയതല്ലേ, ഞാൻ എന്റെ യേശുവിനെ കുറിച്ച് പറയാൻ തീരുമാനിച്ചു. Hallelujah. By the word of your testimony you will defeat Satan. Tonight God wants to open your mouths. നിങ്ങളുടെ വാകളെ ഇന്ന് രാത്രി ദൈവം അഴിക്കുമാറാകട്ടെ. വിജയം വേണോ? വാ തുറക്കണം. ഹല്ലേലൂയ. പിശാചിനെ ജയിക്കണമോ? വാ തുറക്കണം.
ഞാൻ ഒരു കടുങ്കൈ അങ്ങോട്ട് പറയട്ടെ, സ്വർഗത്തിൽ പോകണോ? വാ തുറക്കണം. മിണ്ടാപ്രാണികളെ കൊണ്ടുപോകുന്ന പദ്ധതിയല്ല സ്വർഗരാജ്യം. വാ തുറന്ന് ദൈവത്തെ സാക്ഷിക്കുന്നവരെ കൊണ്ടുപോകുന്ന പദ്ധതി. കുറെ നാളായി പിശാച് നിന്റെ വായ അടച്ചിട്ട്. രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, പ്രാർത്ഥനയുണ്ട്, ഉപവാസമുണ്ട്, നല്ല ജീവിതമുണ്ട്, വാ തുറക്കുകയില്ല. ഞങ്ങളുടെ ജീവിതം കണ്ട് എല്ലാവരും മനസ്സിലായിക്കോട്ടെ, ദൈവം എന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പല നല്ല ദൈവദാസന്മാർക്കും വന്നിരിക്കുന്ന ഒരു പ്രശ്നം അതാണ്. അതുകൊണ്ടുള്ള ഒരു ഗുണം എന്താണെന്നറിയാമോ? അവരുടെ ജീവിതത്തിന്റെ നന്മ കണ്ടേച്ച് അവര് നല്ലതാണെന്ന് ലോകം പറയും. പക്ഷെ തകർന്നു കിടക്കുന്ന ജീവിതങ്ങൾ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ നന്മയല്ല, അവരിൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ശക്തിയെ ലോകം കാണും. Unless until you open your mouth, there is no victory in the situation where you are tonight. ദൈവത്തിന് വേണ്ടി നിന്റെ വായ തുറന്നില്ലെങ്കിൽ, വീണ്ടും പറയട്ടെ, നീ ആയിരിക്കുന്ന സ്ഥാനത്ത് നിന്ന് നിനക്ക് വിജയം ഉണ്ടാകുകയില്ല, ഉയർച്ച ഉണ്ടാകുകയില്ല, രൂപാന്തരം ഉണ്ടാകുകയില്ല, സൗഖ്യം ഉണ്ടാകുകയില്ല. റോമർക്കെഴുതിയ ലേഖനത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്, ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വാ കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. You want to be saved, you have to believe in your heart and confess with your mouth. നീ രക്ഷിക്കപ്പെട്ടവനാണെന്ന് നിന്റെ വീടിന്റെ ഉള്ളിൽ ധൈര്യമായിട്ട് സാക്ഷിക്കണം. 10 പേര് അറിയട്ടെ നീ രക്ഷിക്കപ്പെട്ടതാണെന്ന്. നീ രക്ഷിക്കപ്പെട്ടവനാണ് നിന്റെ കുടുംബത്തിൽ അറിയണം. പ്രൈസ് ദി ലോർഡ്. ദേശത്തറിയണം, ചുറ്റുപാടറിയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതുവരെ മിണ്ടാപ്രാണികളായിട്ട് ജീവിച്ചവരെല്ലാം ഇന്ന് രാത്രി ഒരു തീരുമാനം എടുക്കുമോ? ഞാൻ ഇനി യേശുവിന് വേണ്ടി ശബ്ദിക്കാൻ പോവുകയാണ്. I am not going to be silent any longer. I am going to magnify my Savior and declare His salvation in my life. ജോലി ചെയ്യുന്ന സ്ഥാനത്ത്, നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥാനത്ത്, നിങ്ങളുടെ ദേശത്ത്, ചുറ്റുപാട് നിങ്ങൾ ദൈവത്തിന്റെ പൈതലാണെന്ന് ഉറക്കെ ഡിക്ലെയർ ചെയ്യുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. ഹല്ലേലൂയ. സോണിയാഗാന്ധിയുടെ മകന് സോണിയാഗാന്ധി അമ്മയെന്ന് പറയാൻ, രാജീവ് ഗാന്ധി അപ്പൻ എന്ന് പറയാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? രാഹുലിനെ വിളിച്ചു ചോദിച്ചേ, ഒരു കുഴപ്പമില്ല. പ്രൈസ് ദി ലോർഡ്. മൻമോഹൻ സിംഗിന്റെ മക്കളോട് അപ്പച്ചൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? എന്റെ അപ്പച്ചൻ എക്സ് പ്രൈം മിനിസ്റ്റർ, വലിയ വ്യക്തിയായിരുന്നു, ഫൈനാൻസ് ഒക്കെ അറിയാവുന്ന ആളായിരുന്നു, ഇന്ത്യക്ക് രൂപാന്തരം കൊടുത്ത വ്യക്തിയാണ് എന്നൊക്കെ കഥ പറയും ആ മക്കൾ. എന്റെ അപ്പച്ചൻ സ്വർഗത്തിലുള്ളവനാണ്, ലോകത്തിന് രൂപാന്തരം കൊടുത്തവനാണ്, ഭാവികളെ രക്ഷിച്ചവനാണ്, ജീവിതങ്ങൾക്ക് അനുഗ്രഹവും നന്മയും കൊടുക്കുന്നവനാണ് എന്ന് പറയുവാൻ നിന്റെ വായെ ഇന്ന് രാത്രി ദൈവം തുറക്കുമാറാകട്ടെ. ശബ്ദിക്കാതിരിക്കുന്ന വിശ്വാസിയെ നീ വിശ്വാസിയല്ല എന്ന് ഇന്ന് രാത്രി നീ മനസ്സിലാക്കണം. You receive power from heaven, Holy Spirit from heaven. It's only for one reason, to be a witness in the kingdom of God. I just thank God for that introduction. The Spirit is given to you to be a witness in the kingdom of God. ഉയരത്തിൽ നിന്ന് ശക്തി ദൈവം തരുന്നത് സാക്ഷികളാകുവാനാണ്. ആത്മനിറവോടെ സാക്ഷിക്കുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. നമുക്ക് മുമ്പോട്ട് നോക്കാം. അപ്പോസ്തല പ്രവൃത്തി 20:24. Acts of the Apostles chapter 20 verse 24. ഞാൻ എന്റെ പ്രാണനെ എണ്ണുന്നില്ല, എന്റെ ഓട്ടം പൗലോസ് അപ്പോസ്തലന്റെ ഒരു അനുഗ്രഹിക്കപ്പെട്ട വാക്കാണ്, ഞാൻ എന്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. Some people are unable to testify because they are ashamed of the gospel. സുവിശേഷത്തെ കുറിച്ച് അവർക്ക് ലജ്ജയുണ്ട്. അപ്പോസ്തലൻ പറയുന്നു, എനിക്ക് സുവിശേഷത്തെ കുറിച്ച് ലജ്ജയില്ല. I am not ashamed of God. I am not ashamed of Jesus. I am not ashamed of the word of God. ദൈവത്തിന്റെ കൽപ്പനകളെ കുറിച്ചോ ദൈവത്തിന്റെ വചനത്തെ കുറിച്ചോ കാൽവറിയിൽ ജീവൻ തന്ന യേശുവിനെ കുറിച്ചോ എനിക്ക് ലജ്ജയില്ല. പ്രൈസ് ദി ലോർഡ്. നാണമുള്ളവനൊക്കെ ഇന്ന് നാണത്തെ മാറ്റട്ടെ.
ഹല്ലേലൂയ. നാണമില്ലാത്ത ചിലർക്ക് ജീവനെ പേടിയാ. അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് പറയും? 10 പേര് അറിഞ്ഞാൽ എങ്ങനെയാ? ഞാൻ പ്രാർത്ഥിക്കുന്നവനാണ്. കള്ളുപിടിക്കാനൊന്നും പ്രശ്നമില്ല, തെറി പറയാനും പ്രശ്നമില്ല, കൂട്ടുകെട്ടിനൊന്നും പ്രശ്നമില്ല. പക്ഷെ കർത്താവിനെ കുറിച്ച് പറയാൻ പേടിയാ. പ്രൈസ് ദി ലോർഡ്. ഞാനൊരു കാര്യം പറയട്ടെ, ഏത് സ്ഥലത്ത് നിങ്ങൾ ആദ്യം ചെല്ലുന്നോ അവിടെ ആദ്യമേ നീ ദൈവത്തിന്റെ പൈതലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും നീ തെറ്റി വീഴാതെ രക്ഷപ്പെട്ടോളും. സാക്ഷ്യം പറയാത്തോണ്ടാണ് പിശാച് നിന്നെ ഒടുക്കുന്നത്. Wherever you land, immediately declare that you are the child of God. Satan will not touch you. Unwanted people will not come near you. Praise the Lord. നീ ദൈവത്തിന്റെ പൈതലാണെന്ന് ഏത് ദേശത്തും വന്ന ഉടനെ ആദ്യം അങ്ങ് പറഞ്ഞേക്കണം. പിന്നെ ഒരു വ്യക്തിയും നിന്റെ അടുക്ക വരില്ല, ആവശ്യമില്ലാത്തവർ. പ്രൈസ് ദി ലോർഡ്. പിശാചൻ തിരിഞ്ഞു നോക്കിയില്ല. സാക്ഷ്യം പറയുന്നവരെ പിശാചിന് ഭയങ്കര പേടിയാണ്. ജയിച്ച വചനത്താലാണ്, സാക്ഷ്യ വചനത്താലാണ് പിശാചിനെ ജയിക്കുന്നത്. സാക്ഷ്യം പറയുന്നവനെ പിശാചിന് പേടിയാണ്. സങ്കീർത്തനം വായിക്കുന്നവരെക്കാട്ടിലും പേടി സാക്ഷ്യം പറയുന്നവരെയാണ്. കർത്താവിന്റെ കയ്യിൽ നിന്ന് ചില നന്മകൾ കിട്ടിയ 10 പേരോട് ആ ആഴ്ച പറഞ്ഞിരിക്കണം. അപ്പൊ അടുത്ത ആഴ്ച ഇരട്ടി നന്മ ദൈവത്തിന്. ഈ ആഴ്ച കിട്ടിയ നന്മയെ കുറിച്ച് പറയാൻ തുടങ്ങിയ കുറെ ആൾക്കാർ സാക്ഷ്യം പറയണമെന്ന് ആഗ്രഹിച്ചിരിക്കും, പക്ഷെ പോകത്തില്ല. എല്ലാ പ്രാർത്ഥനാ ഗ്രൂപ്പിലും അവർ പറയും, ഞങ്ങൾ സാക്ഷ്യം പറയാൻ റെഡി ആയിട്ടാ വന്നേ, ആലോചിച്ചിരുന്ന് പറയാൻ. പിന്നെന്താ പറയാൻ? തിരക്കുള്ളവർ കൈപൊക്കി വെച്ച് പറഞ്ഞേച്ചേ പോവുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അനുഗ്രഹം കിട്ടിയവൻ പറയാതിരിക്കില്ല, അവൻ പറഞ്ഞിരിക്കും. ഇനി സാക്ഷ്യം പറയാൻ ദൈവം കൃപ തരുമാറാകട്ടെ. ഇനി അഥവാ നിങ്ങൾക്ക് കൂട്ടായ്മയുടെ ഉള്ളിൽ ചാൻസ് കിട്ടിയില്ലെങ്കിൽ ഇറങ്ങി പോകുമ്പോൾ കാപ്പ് കുടിക്കുമ്പോഴെങ്കിലും അങ്ങ് പറഞ്ഞേക്കണം. വീട്ടിൽ പോകുന്ന വഴിവരെ അങ്ങ് പറയണം, തിരിച്ചു വരുമ്പോഴും പറയണം. പ്രൈസ് ദി ലോർഡ്. ദൈവം അത്ഭുതം പ്രവർത്തിച്ചത് ലോകം അറിയട്ടെ. എനിക്ക് സുവിശേഷത്തെ കുറിച്ച് ലജ്ജയില്ല. ഞാൻ എന്റെ ജീവനെ വലുതായി കാണുന്നില്ല. പൗലോസ് അപ്പോസ്തലനോട് കൂടെ ചേർന്ന് പറയാൻ എത്ര പേർക്ക് സാധിക്കും? ഐ ഡോണ്ട് കൗണ്ട് മൈ ലൈഫ്. ഹല്ലേലൂയ. എന്റെ ജീവൻ അതിന് വലുതല്ല, എന്റെ ഡിഗ്രി വലുതല്ല, എന്റെ പാരമ്പര്യം വലുതല്ല. ചിലക്ക് പള്ളിയാ വലുത്, ചിലക്ക് പാരമ്പര്യ വലുത്, ചിലക്ക് കൂട്ടുകാരാ വലുത്, ചിലക്ക് വീട്ടുകാരാ വലുത്. കർത്താവിനെക്കാട്ടിലും വലുതായിട്ട് എന്തെങ്കിലും ഇന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി അതിനെ അഴിക്കുവാൻ, അതിനെ ഇല്ലാതാക്കുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സങ്കീർത്തനം 81:5. ഈ പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ പറയുന്നതിന്റെ കാര്യം എന്താണെന്നറിയാമോ? അവൻ ഉണ്ടായിരുന്നതെല്ലാം അവൻ വട്ടപൂജ്യമാണ് കർത്താവിന് വേണ്ടി പറഞ്ഞു. അവന്റെ ഡിഗ്രി, ഗമാലിയലിന്റെ പാദപീഠത്തിൽ നിന്ന് പഠിച്ച ഡിഗ്രി വട്ടപൂജ്യമാണെന്ന് പറഞ്ഞു. റോമർ പൗരനായിരുന്നു, വട്ടപൂജ്യമാണെന്ന് പറഞ്ഞു. ജനിച്ചപ്പോ യഹൂദനായിരുന്നു, വട്ടപൂജ്യമാണെന്ന് പറഞ്ഞു. നാട്ടിൽ വലിയ പ്രമാണിയായിരുന്നു, വട്ടപൂജ്യമാണെന്ന് പറഞ്ഞു. എല്ലാ സുവിശേഷത്തിനു വേണ്ടി ആദ്യ നൂറ്റാണ്ടിൽ വലിച്ചെറിയുവാൻ, ജീവനെ പോലും കളയുവാൻ പൗലോസ് തീരുമാനിച്ചു. ഇന്ന് രാത്രിയിൽ എത്ര പേരത് തീരുമാനിക്കും? വട്ടപൂജ്യമാകുവാൻ, ദൈവത്തിനു വേണ്ടി വട്ടപൂജ്യമാകുവാൻ, നിന്റെ എല്ലാം വലുതായിരിക്കുന്നതിനെ വലിച്ചെറിയുവാൻ ദൈവം നിനക്ക് കൃപ തരുമാറാകട്ടെ. സങ്കീർത്തനം 81:5. ദൈവം എല്ലാ സംഗതിയും സാക്ഷ്യമായിട്ടാണ് തരുന്നത്. എല്ലാവരും വിചാരിക്കും കോവൂരിന് എന്തിനാ ദൈവം ഹൈഡ്രോക്കോഫാലിക് ആയിട്ട് ഉണ്ടാക്കിയത്? എന്തിനാ ഒരു ഹാർട്ട് അറ്റാക്ക് ആയിട്ട് വന്നത്? കർത്താവ് സുവിശേഷത്തിൽ ചോദിച്ചു, ശിഷ്യന്മാർ ചോദിച്ചു, ഇവൻ എന്തിനാ കണ്ണുപൊട്ടനായിട്ടിരുന്നത്? ഇതൊരു സാക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ്. ചെങ്കടലിനെ എന്തിനാ പിളർന്നത്? ഒരു സാക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ്. മരുഭൂമിയിൽ എന്തിനാ മന്ന കൊടുത്തത്? ഒരു സാക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ്. നിനക്ക് പരീക്ഷയ്ക്ക് 100% മാർക്ക് തന്നെന്തിനാ? ഒരു സാക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ്. മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ തന്നെന്തിനാ? ഒരു സാക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ്. മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടിയിട്ട് ഇതുവരെ സാക്ഷ്യം പറയാതിരിക്കുന്നവന് PGക്ക് എങ്ങനെ അഡ്മിഷൻ കിട്ടുന്നത്? കിട്ടത്തില്ല. God gave you entrance exam result to get into medical college. You kept quiet and you want God to give you PG entrance? Never. I testified, I got my PG without any difficulty. I testified again, I got my MCH without any difficulty. God knows, കിട്ടിയായി വമ്പിടത്തില്ല, പറഞ്ഞുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. കർത്താവ് കൂടുതൽ തന്നുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. നീ ഒന്ന് പറഞ്ഞു നോക്ക്. ദൈവം തന്ന നന്മയെ കുറിച്ച് വാ തുറന്ന് പറഞ്ഞു നോക്ക്. ദൈവം അമർത്തി കുലുക്കി നിന്റെ നന്മകളെ വർദ്ധിപ്പിക്കാൻ പോവുകയാണ്. ഒരു പ്രൊമോഷൻ കിട്ടിയ 10 പേരോട് പറയുക. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഞാൻ എപ്പോഴും പറയും, താറാമുട്ട നല്ലതാണെങ്കിലും ചെലവാകാത്തതിന്റെ കാര്യം, കോഴി മുട്ട ഇട്ടേച്ച് കൊക്കിക്കൊണ്ട് നടക്കും. കൊക്കുന്നവനെ കച്ചവടം നടക്കുകയുള്ളൂ. ദൈവം നിന്നെ പൊക്കണമോ, നീ കൊക്കരെ അടിക്കാൻ തുടങ്ങണം. മിണ്ടാതിരിക്കുന്ന അവസാനിക്കണം.
നീ എത്ര നല്ലവനാണേലും ദൈവരാജ്യത്തിനും ദേശത്തിനും ഗുണമില്ല. നീ മിണ്ടാതെ നടക്കുന്നോണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. നിന്റെ കോളേജിൽ, നിന്റെ ജോലി സ്ഥാനത്ത്, നീ ആയിരിക്കുന്ന സ്ഥലത്ത് നീ ദൈവത്തിന്റെ പൈതലാണെന്ന് നിനക്കറിയാമോ? നിനക്കറിയാമെങ്കിൽ നിന്റെ വീട്ടുകാർക്കറിയാം. നിന്റെ വീട്ടുകാർക്കറിയാമെങ്കിൽ നിന്റെ കൂട്ടുകാർക്കറിയാം. നിന്റെ കൂട്ടുകാർക്കറിയാമെങ്കിൽ നിന്റെ പ്രൊഫസറിനും അറിയാം, അവിടെ തുടയ്ക്കുന്ന സ്വീപ്പറിനും അറിയാം. പണ്ടൊരു വീട്ടില് സ്വപ്നയുടെ ഒരു അങ്കിളിന്റെ വീട്ടിൽ ചെന്നപ്പോൾ ഒരു യാക്കോബാച്ച് തിരുമേനി അവിടെ വന്നു എന്ന് പറഞ്ഞു, എൻ്റെ കൊച്ച് നീസിന്റെ ഹസ്ബൻഡാണ്, കല്യാണം കഴിച്ചതേ ഉള്ളൂ, അദ്ദേഹത്തിന്റെ പേര് ഡോക്ടർ ജോർജ് ഗോവൂരെന്നാണ്. ഈ തിരുമേനി എന്നെ നോക്കിയിട്ട് ഒരു ചിരി ഇരിച്ചു പറഞ്ഞു, പ്രാർത്ഥിക്കുന്ന ഡോക്ടർ ഇദ്ദേഹമാണോ? യാക്കോബ തിരുമേനിയുടെ ചെവിയിൽ ആ സാക്ഷ്യം എത്തി. എന്റെ ദൈവം നല്ല ദൈവമാണ്, നീ ഒന്ന് കൊക്കരക്കോ ഒന്ന് അടിച്ചു നോക്ക്, ലോകം മുഴുവൻ നിന്റെ ദൈവമായിട്ട് മാറും. ഹല്ലേലൂയ. യേശു എന്റെ സ്വന്തമാണെന്ന് നീ പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം നിന്നെ വെളിയിലോട്ട് കൊണ്ടുവരാൻ പോവുകയാണ്. നിന്റെ ഒളിവിൽ നിന്ന് പൊക്കാൻ പോവുകയാണ്. നിന്നെ ഉയർത്താൻ പോവുകയാണ്. നിന്നെ തണ്ടിൽ മേൽ നടത്താൻ പോവുകയാണ്. ദേശത്തെ വിളക്കാട്ട് ശോഭിപ്പിക്കാൻ പോവുകയാണ്. ദൈവം യോസേഫിനും ഇസ്രയേലിനും അബ്രഹാമിനും അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തത് അവർക്ക് സാക്ഷ്യമായിട്ടാണ്. പെട്ടകത്തിന്റെ പേര് തന്നെ എന്താണ്? സാക്ഷ്യ പെട്ടകം എന്നാണ്. The Ark of the Covenant, the testimony of God. നമ്മുടെ ആരാധന എന്താണ്? സാക്ഷ്യമാണ്. ഹല്ലേലൂയ. തൃശ്ശൂർ ഇങ്ങനെ ഒരു ആരാധനയുണ്ടെന്ന് ലോകത്തിൽ സാക്ഷ്യമാണ്. ദൈവവേദന സാമിക്കുന്ന സ്ഥലത്ത് ഒരു ആരാധന വേണം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കൂടെ ആരാധിക്കാൻ ജനം വരട്ടെ, സ്തുതിക്കാൻ ജനം വരട്ടെ. നമ്മൾ ആർത്തു കഴിഞ്ഞാൽ കൂടെ ആർക്കുവാൻ ദൈവം ജനത്തെ അയക്കും. മടി കൂടാതെ ദൈവത്തെ ആരാധിപ്പാൻ ദൈവം നമുക്ക് കൃപ തരുമാറാകട്ടെ. നിങ്ങളുടെ കുടുംബത്തിലുള്ളവരെല്ലാം രക്ഷിക്കപ്പെടാൻ പോവുകയാണ്, എല്ലാം വേർപെടാൻ പോവുകയാണ്. നിങ്ങൾ ധൈര്യമായിട്ട് സാക്ഷിച്ചാൽ മാത്രം മതി, ബാക്കി പ്രവർത്തനം ദൈവം ചെയ്തോളും. സമയമില്ലാത്തതുകൊണ്ട് വേഗം പോട്ടെ. 132 സങ്കീർത്തനം 12 വാക്യം. നിന്റെ മക്കൾ നീ ഇരിക്കുന്ന കസാരയിൽ ഇരിക്കണമെങ്കിൽ, നീ ഓടിക്കുന്ന വണ്ടി ഓടിക്കണമെങ്കിൽ, നീ നടത്തുന്ന ഫാക്ടറി അവര് നടത്തണമെങ്കിൽ, നിന്റെ മക്കൾ നീ പ്രസംഗിക്കുന്ന കർത്താവിനെ പ്രസംഗിക്കണം. ഹല്ലേലൂയ. നീ പറയുന്ന വചനം അവര് പറയാൻ തുടങ്ങണം. അപ്പോഴാണ് ദൈവം ട്രാൻസ്ഫർ കൊടുക്കുന്നത്. വസ്തു അങ്ങോട്ട് നേരെ എഴുതി കൊടുക്കുന്ന ആ സമയത്താണ്. പ്രൈസ് ദി ലോർഡ്. നിന്റെ മക്കൾ നീ പറയുന്ന സാക്ഷ്യം പറയുവാൻ, നീ പ്രമാണിക്കുന്ന പ്രമാണം പ്രമാണിക്കുവാൻ, നീ അനുഭവിച്ച നന്മയും സിംഹാസനവും ഏറ്റെടുക്കുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. ദാവീദിന്റെ സിംഹാസനം ശലോമോന് കൊടുത്തു. കാരണം അവർക്ക് സാക്ഷ്യമുണ്ടായിരുന്നു. വചനത്തിൽ കാണാം, സാക്ഷ്യമില്ലാത്തപ്പോൾ സിംഹാസനം തെറിച്ചു പോകും. When there is no testimony, immediately the throne will fly. നിന്റെ പ്രമോഷൻ ഡിമോഷൻ ആവും. പ്രൈസ് ദി ലോർഡ്. നിനക്ക് കിട്ടിയ ഡിഗ്രി എല്ലാം ഫൂന്നു. സാക്ഷ്യം ഉണ്ടായ തന്നെ പൊങ്ങിക്കോളും. ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, രക്തത്താൽ നീ കഴുകപ്പെടണം. 2, നിന്റെ സാക്ഷി വചനത്താൽ നീ ജയിച്ചുകൊണ്ടിരിക്കണം. കർത്താവിന്റെ വരവിന് മുമ്പ് സാക്ഷ്യം പറയാത്തവരെല്ലാം സാക്ഷ്യം പറയുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ അമ്മച്ചിമാരും കൊച്ചമ്മമാരൊക്കെ പറയും, ഞങ്ങൾക്ക് ഇതുപോലെ സാക്ഷ്യം പറയാൻ ഒരുമിച്ചൊരു സ്ഥലം കിട്ടിയിട്ടില്ല, അതുകൊണ്ടാണ് ഇതുവരെയും പറയാത്ത. കിട്ടിയാൽ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യും. ആദ്യമൊന്നും നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടുകയില്ല. ആദ്യം നിങ്ങൾക്ക് മീൻകാരനോട് പറയാൻ കിട്ടും, മീനും കൊണ്ട് വീട്ടിൽ വരുമ്പോ. പ്രൈസ് ദി ലോർഡ്. പാലുകാരനോട് പറയാൻ കിട്ടും, വീട്ടിൽ ജോലിക്ക് വരുന്നവരോട് പറയാൻ കിട്ടും. ഇവരോട് പറയാൻ തുടങ്ങുമ്പോൾ ദൈവം അടുത്ത ആളിനെ അയക്കാൻ തുടങ്ങും. അവരോട് പറയാൻ തുടങ്ങുമ്പോൾ ഒരു സംഘം വീട്ടിൽ വരാൻ തുടങ്ങും. അവരോട് പറയാൻ തുടങ്ങുമ്പോൾ ആത്മനിറവ് ഉണ്ടാകാൻ തുടങ്ങും. ദൈവ സഭയുണ്ടാകും. ഹല്ലേലൂയ. നിന്റെ സാക്ഷ്യം നിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ വിങ്ങിപ്പൊട്ടുമ്പോൾ നീ അറിയാതെ ജനത്തോട് പറയാൻ തുടങ്ങും. ഒരു ഹൈഡ്രോകഫാലിക് മന്ദബുദ്ധിയായ ജോർജ് ഗോവൂരിനെ സൗഖ്യമാക്കി, ന്യൂറോ സർജനാക്കി, ഒരു ഹോസ്പിറ്റൽ കൊടുത്തു. ചിന്തിക്കാവുന്നതിൽ അപ്പുറം പദവികളെ കൊണ്ട് നിറച്ചു. തിരിച്ചെന്ത് ഞാൻ ദൈവത്തിന് കൊടുക്കും? എന്റെ സാക്ഷ്യമല്ലാതെ ഒന്നുമില്ല. I will continue to declare the testimony of Jesus till the end of my life. You may remain silent. That may destroy your throne.
You may remain silent. That may destroy your salvation. നിന്റെ രക്ഷ നീ മിണ്ടാതിരുന്ന് നഷ്ടപ്പെടുത്തും. നിന്റെ സൗഖ്യം നീ മിണ്ടാതിരുന്ന് നഷ്ടപ്പെടുത്തും. മിണ്ടാൻ തുടങ്ങിയാൽ ദൈവം നിന്നെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. മക്കൾക്ക് ഡിഗ്രി കിട്ടിയാൽ ആൾക്കാരോട് നിങ്ങൾ പറയില്ലേ ഫസ്റ്റ് റാങ്ക് ആണെന്ന്? മിണ്ടാടക്കുവോ? എന്തിനാ പറയുന്നത്? ഒരു നാണമില്ല, ഉടക്കെ പറയും. എൻ്റെ മകന് ഗാലിയൻ സിറിയൻ സ്കൂളിൽ ഫുൾ A+ ആയിരുന്നു. പറയും, എല്ലാവരോടും പറയും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മക്കളുടെ കല്യാണം വന്നു കഴിഞ്ഞാലോ ആരെ അറിയിക്കാതെ എവിടെയെങ്കിലും കൊണ്ടുപോയി മുട്ടിക്കെട്ടിക്കെട്ടി വിടുവില്ല. 100 പേരോട് പറയും കല്യാണമാണ്. പ്രൈസ് ദി ലോർഡ്. നല്ലൊരു ജോലി കിട്ടിയാലോ ഇന്ന് തന്നെ എനിക്ക് ഫോൺ വന്നു ജോലി കിട്ടിയെന്നും പറഞ്ഞു. പ്രാർത്ഥനയ്ക്ക് വരുന്നത് മുഴുവൻ ജോലി വേണമെന്നും പറഞ്ഞാ പ്രാർത്ഥിക്കുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ, സ്വർഗരാജ്യത്തിൽ അൺഎംപ്ലോയ്മെന്റ് ഇല്ല. കർത്താവ് പറയുന്നു വയൽ മുഴുവൻ വിളഞ്ഞു കിടക്കുകയാണ്, വേലക്കാരോ ചുരുക്കം, എംപ്ലോയ്മെന്റ് വളരെ കുറവാണ്. ഇന്ന് രജിസ്റ്റർ ചെയ്യുന്നവൻ 10 വയസ്സേ ഉള്ളതിന് ഞാൻ എംപ്ലോയ് ചെയ്യാൻ പോവാണ്. 60 വയസ്സാണെങ്കിലും അമ്മച്ചിയെ ഞാൻ ഇവിടെ കയറ്റാൻ പോവുകയാണ്. സുവിശേഷ വേലയ്ക്ക് ഒരു വ്യത്യാസമില്ലാതെ വെടിക്കോപ്പ് കൊടുത്ത് ഇന്ന് ദൈവ സാക്ഷ്യത്തിനായിട്ട് ഇറക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ലോകം മുഴുവൻ അൺഎംപ്ലോയ്മെന്റ് ഉള്ളപ്പോൾ സുവിശേഷ വേലയ്ക്ക് ഒരു അൺഎംപ്ലോയ്മെന്റും ഇല്ല. അത് മാത്രമല്ല, Isaiah 6 we heard today that the Lord is asking. എന്താ പറയണത്? ഞാൻ ആരെ അയക്കേണ്ടു, ആരെനിക്ക് വേണ്ടി പോകും? ഐസായോട് അങ്ങനെ ആരെ അയക്കേണ്ടു, ആരെനിക്ക് വേണ്ടി പോകും എന്നൊക്കെ ചോദിക്കേണ്ട കാര്യമുണ്ടോ? ഐസായ നിന്നെ അയക്കാൻ പോവാ, നീ അങ്ങ് പോടാ എന്ന് പറഞ്ഞാൽ പോരെ? അങ്ങനല്ല. കോൾ ഈസ് ഓൾവേസ് കോമൺ. ഒരു കോമൺ കോളാണ്. ആരെ അയക്കേണ്ടു, ആരെനിക്ക് വേണ്ടി പോകണമെന്ന് കേട്ട് കഴിഞ്ഞാൽ കർത്താവെ ഐ ആം റെഡി എന്ന് പറയുന്നവന് അടുത്ത സ്പെസിഫിക് കോൾ വരും. ഹല്ലേലൂയ. ഐസായ 6 എഴുതിയിരിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി എല്ലാം കൂടാണ്. അത് ഐസായക്ക് വേണ്ടി മാത്രമല്ല. ഐസായ അവിടെ പ്രവാചകനായ ഐസായ responded back saying here am I, ഞാനിതാ. Will you respond tonight saying here am I? Use me Lord. Start today. Use me Lord. I am going to be a testimony. I will not stop. I will not be silent. No one can make me keep quiet. I am going to start and sing the praises of God. Hallelujah. Let your sons and children keep the covenant and the testimony and prosper in their life and be established. എബ്രായർക്കെഴുതിയ ലേഖനം 11-ാം അധ്യായം അതിന്റെ 2-ാം വാക്യം. Hebrews chapter 11 verse 2. അതിനാലല്ലോ അവരുടെ വിശ്വാസത്താലല്ലോ അവർക്ക് സാക്ഷ്യം ലഭിച്ചത്. So if you have to tell a testimony, what do you have to have? ഹലോ, ഒരു സാക്ഷ്യം പറയണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണം? വിശ്വാസം വേണം. What do you have to have? വിശ്വാസം വേണം. അപ്പൊ വിശ്വാസി അല്ലാത്തൊരാൾക്ക് സാക്ഷ്യം പറയാൻ പറ്റുമോ? ഇല്ല. That is the first principle that I want to teach you. If you have to tell a testimony, you have to have faith in God. ആ ടെസ്റ്റിമണിയുടെ ലിസ്റ്റിനകത്തൊക്കെ അവർ എഴുതിയിരിക്കുന്ന അതിനാലല്ലോ അവര് ടെസ്റ്റിമണി ഉണ്ടായത്, സാക്ഷ്യം പ്രാപിച്ചത്. എന്ത്? അവരുടെ വിശ്വാസത്താൽ. യേശു ജീവിക്കുന്നു എന്ന് വിശ്വസിക്കണം. യേശു പാപികളെ രക്ഷിക്കുന്നു എന്ന് വിശ്വസിക്കണം. യേശു എന്റെ കർത്താവാണെന്ന് വിശ്വസിക്കണം. യേശു എനിക്ക് വേണ്ടി കരുതുന്നു എന്ന് വിശ്വസിക്കണം. യേശു എന്നെ സ്നേഹിക്കുന്നു എന്ന് വിശ്വസിക്കണം. യേശു എന്റെ ഇടയനാണെന്ന് വിശ്വസിക്കണം. എന്റെ കൂടുണ്ടെന്ന് വിശ്വസിക്കണം. 24 മണിക്കൂറും എന്നെ നോക്കുന്നു എന്ന് വിശ്വസിക്കണം. എന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരുന്നു എന്ന് വിശ്വസിക്കണം. ഇങ്ങനെ വിശ്വസിച്ചു കഴിഞ്ഞാൽ എല്ലാം കർത്താവിന്റെ കയ്യിൽ നിന്നല്ലേ. അപ്പ സാക്ഷ്യം പറയാൻ എളുപ്പമായി. ഹല്ലേലൂയ. Your faith is so limited. You believe that everything is happening because of your strength and your energy. നമ്മുടെ കഴിവുകൊണ്ടാണ് എല്ലാം നടക്കുന്നതെന്ന് നമ്മൾ ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് കർത്താവിന്റെ പേര് പറയാത്തത്. മക്കൾ ജയിച്ചത് നമ്മുടെ കഴിവുകൊണ്ട്, അവർക്ക് ജോലി കിട്ടിയത് നമ്മുടെ കഴിവുകൊണ്ട്. നമ്മൾ ഇന്നയാളെ വിളിച്ചു പറഞ്ഞു, അയാൾ അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞപ്പോൾ അങ്ങനെ കിട്ടി, അങ്ങനെ കിട്ടിയപ്പോൾ ഇങ്ങനെ കിട്ടി. അപ്പൊ പിന്നെ കർത്താവിന് വല്ല ഗമയുണ്ടോ? പ്രൈസ് ദി ലോർഡ്. CMC ലുധിയാനയിൽ MBBS അഡ്മിഷന് പോയപ്പോൾ എല്ലാവരും അപ്പനും അമ്മയും പാണ്ടക്കെട്ടുമായിട്ട് വന്നപ്പം ഒരു ചെറിയ പെട്ടിയുമായിട്ട് ഒരു ടീഷർട്ടും സാധാരണ ഡ്രസ്സുമായിട്ട് ഞാൻ അവിടെ ലാൻഡ് ചെയ്തപ്പോൾ അപ്പച്ചനും അമ്മച്ചിയും സുവിശേഷ വേലയ്ക്ക് നടക്കായിരുന്നു. അതുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് പറയാൻ കർത്താവ് എനിക്ക് അവിടെ വഴി തുറന്നതെന്ന്. സെന്റ് സേവിയേഴ്സ് കോളേജിൽ +2 അഡ്മിഷന് പോയപ്പോൾ അന്നും എന്റെ കൂടെ വരാൻ ആരുമില്ലായിരുന്നു, ഞാൻ തന്നെ പെട്ടി പിടിച്ചാ പോയെ.
തിരുവനന്തപുരത്തുണ്ടായിരുന്ന പ്രാർത്ഥിക്കുന്ന ഒരു അപ്പച്ചൻ അങ്കിൾ മാത്രമേ എൻ്റെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അവിടെ അഡ്മിഷൻ തന്ന കർത്താവണെന്ന് പറയാം. എന്തുകൊണ്ടെന്നാൽ വേറെ ഒരു പിടിയും അവിടെ ഇല്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. When his grace is what leads you, when your faith is working in your life, you have enough of testimony. Praise the Lord. CMC വെല്ലൂരിൽ MCH അഡ്മിഷൻ കിട്ടിയപ്പോൾ തലേ 2 ദിവസം അവിടെ നടക്കുന്ന ടൈമിൽ അവിടുത്തെ ടെസ്റ്റുകൾ നടക്കുമ്പോൾ അവരെന്നോട് പറഞ്ഞു, യു cannot get, you are not sponsored, you have not have any non-PG here, you have no bond with the church. സ്പോൺസർഷിപ്പ് ഇല്ല, നോൺ PG ഇല്ല, CMC വെല്ലൂരിൽ നിന്നല്ല, ബോണ്ട് ചെയ്തിട്ടില്ല, എല്ലാം നെഗറ്റീവ്. ഇത്രയും നെഗറ്റിവിറ്റി കേട്ടിട്ട് ഒരിക്കലും നാളെ കിട്ടില്ല എന്ന് പറഞ്ഞ് ഒത്തിരി കാൻഡിഡേറ്റ്സ് എഴുതുന്ന MCH എക്സാമിന് തലേ ദിവസം ഇരുന്ന് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗത്തിലെ അപ്പച്ചനൊരു വാഗ്ദത്തം തന്നു. നോട്ട് ബൈ പവർ, സൈന്യത്താലുമല്ല, ദൈവത്തിന്റെ ആത്മാവിനാൽ തന്നെ. ഇറ്റ്സ് നോട്ട് ബൈ മൈറ്റ് നോർ ബൈ പവർ ബട്ട് ബൈ ദ സ്പിരിറ്റ്. പിറ്റേ ദിവസം പരീക്ഷയ്ക്ക് പോയപ്പോൾ ഞാൻ ഇതാ പറഞ്ഞുകൊണ്ടിരുന്നത്, നോട്ട് ബൈ മൈറ്റ് നോർ ബൈ പവർ ബട്ട് ബൈ ദ സ്പിരിറ്റ്, സേയത്ത് ദ ലോർഡ്. ആമേൻ. പ്രൊഫസറുടെ മോൻ എൻ്റെ കൂടെ നിൽക്കുന്നുണ്ട്, 2 പേര്. PG നോൺ PG ചെയ്തവർ 2 പേരുണ്ട്, ബോണ്ട് ചെയ്തേച്ച് വന്നവരുണ്ട്. എല്ലാവരും കൂടെ നിൽക്കട്ടെ. നോട്ട് ബൈ നൈറ്റ് നോട്ട് ബൈ പവർ ബട്ട് ബൈ ദ സ്പിരിറ്റ് ഓഫ് ഗാഡ്. ഒറ്റയ്ക്ക് വന്ന് എന്നെ അവിടെ കയറ്റാൻ ദൈവം ശക്തനാണെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. ദൈവമാണ് ആ വാതിൽ തുറന്നത്. അതുകൊണ്ട് ഇന്നും എനിക്ക് സാക്ഷ്യം പറയാൻ സാധിക്കും, ദൈവമാണ് എനിക്ക് തന്നത്. Hallelujah. Do you have a testimony tonight? Every test in your life results in a testimony. എല്ലാ പരിശോധനയും നിന്റെ ജീവിതത്തിൽ വരുന്നത് നിനക്കൊരു സാക്ഷ്യത്തിനായിട്ടാണ്. നിന്റെ ജീവിതത്തിലെ പരിശോധനകളിൽ ദൈവം നിന്നെ നടത്തിയെങ്കിൽ അതൊരു സാക്ഷ്യമായി തീരുവാൻ ദൈവം നിനക്ക് കൃപ തരുമാറാകട്ടെ. അവിടെ എഴുതിയിരിക്കുന്ന എൽഡേഴ്സ് എല്ലാം they got their faith, they got their testimony through their faith. അവിടെ 2 പേരുടെ 3 പേരുടെ കാര്യം ചേർന്ന് വായിക്കണം. 5-ാം അധ്യായം 5-ാം വാക്യം വായിച്ചോ. വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് അവൻ എടുക്കപ്പെട്ടതിന് മുമ്പേ സാക്ഷ്യം പ്രാപിച്ചു. അവൻ എടുക്കപ്പെടുന്നതിന് മുമ്പ് ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് ഹാനോക്കിനൊരു സാക്ഷ്യമുണ്ടായിരുന്നു. Enoch had a good testimony before he was taken away by God. എല്ലാവരുടെയും വിചാരം ഈനോക്ക് അങ്ങ് പെട്ടെന്ന് അങ്ങ് പൊങ്ങിപ്പോയതാണ്. ഹാനോക്കിനെ ദൈവം അങ്ങ് എടുത്തോണ്ട് പോയി. He had a testimony. ഹാനോക്കിന് എന്തുണ്ടായിരുന്നു? ഒരു സാക്ഷ്യമുണ്ടായിരുന്നു. അപ്പൊ എടുക്കപ്പെടുന്നവൻ എന്തുണ്ട്? സാക്ഷ്യമുണ്ട്. ഇപ്പോഴിവിടെ കിടക്കുന്നതിന്റെ കാര്യം എന്താണ്? സാക്ഷ്യമില്ല. ഇടയ്ക്ക് പൊങ്ങണമോ? സാക്ഷ്യം വേണം. ഹാനോക്ക് കൊണ്ടുപോകാൻ കാര്യം എന്താണ്? He had a good testimony.